ഹായ്. ഇപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ആനുകാലികമായ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണല്ലോ FCRA 2026 ബില്ലിൻ്റെ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ. അപ്പോൾ 2026 മാർച്ചിൽ അവതരിപ്പിച്ച ബില്ല് അത് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ലോക്സഭയിൽ അവതരിപ്പിച്ചൊരു ഭേദഗതി ബില്ലായിരുന്നു FCRA ഭേദഗതി ബില്ല്. ഇത് വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന എല്ലാ സംഘടനകൾക്കും ബാധകമാകുന്ന തരത്തിലുള്ളൊരു ഭേദഗതിയാണ്. അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുവാനും അതേപോലെ ആസ്തികൾ കൈകാര്യം ചെയ്യുവാനും ഒരു അതോറിറ്റിയെ ചുമതലപ്പെടുത്താൻ അധികാരം നൽകുന്നു എന്നുള്ളത് ഈ ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞത്, ഈ നമ്മൾ വിദേശത്തു നിന്ന് സ്വീകരിക്കുന്ന ഫണ്ടിന് അത് വിനിയോഗിക്കുവാൻ കർശനമായ സമയപരിധി നിശ്ചയിക്കുന്നു എന്നുള്ളത് ഈ ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ ഇതിൽ നമ്മൾക്ക് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷാ കാലയളവ് അത് 5 വർഷത്തിൽ നിന്ന് 1 വർഷമായി പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് അതും ഈ ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേറൊരു കാര്യമായിട്ട് പറഞ്ഞത്, ഇത് സർക്കാരിനോ അതുപോലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികൾക്കൊക്കെ അത് നിയമപരമായ നടപടി സ്വീകരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു FCRA ലൈസൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടണമെന്നുള്ളത് ഈ ബില്ലിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിരവധി സംഘടനകൾ നല്ല രീതിയിൽ ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടക്കം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ക്രിസ്ത്യൻ സംഘടനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബില്ലിനെ പറ്റിയിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ വരുന്ന ക്രിസ്ത്യൻ സംഘടനകളൊക്കെ പറയുന്നത്, അവരുന്നയിക്കുന്ന ആശങ്ക ഇത് NGO സംഘടനകൾക്ക് ഒരു കൂച്ചുവിലങ്ങിടുന്ന തരത്തിൽ, അത് NGO തന്നെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു ബില്ലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട ആശങ്കയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നിരവധി സംഘടനകൾ നിയമവിധേയമായിക്കൊണ്ട് നല്ല രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും അതേപോലെ എല്ലാവരുടെ ആശങ്കകളും പരിഹരിച്ചുകൊണ്ടും കൂട്ടായ ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരം ബില്ലുകൾ നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് കരുതുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് പല വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ടും നല്ല രീതിയിൽ ചെയ്യുന്ന നിരവധി സംഘടനകളുണ്ട്, നിയമവിധേയമായിട്ട് ചെയ്യുന്ന സംഘടനകളുണ്ട്. അവരെ ഒട്ടും ബാധിക്കാത്ത തരത്തിൽ അവരുടെ ആശയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപ്പിലാക്കുമ്പോൾ മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം നിയമ ഭേദഗതികൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണർത്ഥത്തിൽ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അത്തരത്തിലൊരു ചർച്ചകളിലൂടെ വേണം ഇത്തരം ഭേദഗതികൾ ചെയ്യാൻ. നിയമവിരുദ്ധമായ പ്രവർത്തികൾ ആര് ചെയ്തു കഴിഞ്ഞാലും അത് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല. പക്ഷേ നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന നിരവധി സംഘടനകളുണ്ടല്ലോ. നിയമവിരുദ്ധമായ ആര് ചെയ്താലും അത് ശിക്ഷ കിട്ടണമെങ്കിലും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ അവരുടെ ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ബില്ലുകൾ നടപ്പിലാക്കുന്നതായിരിക്കും ഉചിതമായ പ്രവൃത്തി എന്ന് കരുതുന്നു.